ഓക്കെ, ഗുഡ് മോർണിംഗ്. MHMSന്റെ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിങ്കളാഴ്ച, നമുക്കറിയാം, 7:30 മുതൽ 8:30 വരെ നമ്മളുടെ ഈ പ്രോഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാ DXN കുടുംബാംഗങ്ങൾക്കും പ്രത്യേകം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പ്രത്യേകിച്ച് പുതിയ ആരെങ്കിലും ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു സ്ലൈഡ് ഷോ ഉണ്ട്. അതും കൂടി ചേർത്തിട്ടായിരിക്കും ഈ പ്രോഗ്രാം ചെയ്യുന്നത്. എല്ലാവർക്കും പ്രത്യേകം മഴയുടെയും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കുറെ പാൻഡമിക്കിന്റെയും ഒക്കെ ഒരു വാർണിങ്ങോടുകൂടി നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് സാധാരണഗതിയിൽ നമുക്കറിയാം, ഈ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രോബ്ലംസ് വരും. ഇപ്പോൾ കൊറോണയുടെ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൊറോണ മാത്രമല്ല, ഒരുപാട് സാംക്രമിക രോഗങ്ങളൊക്കെ നമ്മളെ വേട്ടയാടുന്ന സമയങ്ങളാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. ഇപ്പം ഈ മൺസൂൺ ഈ ടൈമിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു നല്ല കാര്യം ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. മൺസൂൺ സമയങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകാനായിട്ട് തുടങ്ങുന്ന സമയമാണ്. എല്ലായിടത്തും പ്രോബ്ലം ഇമ്മ്യൂണിറ്റി ഇല്ലായ്മയാണ്, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയുന്നതാണ്. ഈ മേഖലയിൽ നമുക്ക് DXN കമ്പനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. DXനെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം ഞാനിപ്പോൾ ഈ ഒരു സമയം ഉപയോഗിക്കുകയാണ്. DXN എന്ന് പറയുന്ന കമ്പനി 1993 ഡോക്ടർ ലിം സിയോജിൻ മലേഷ്യയിൽ സ്ഥാപിച്ച ഒരു കമ്പനിയാണ്. ഡോക്ടർ ലിം ഗാനോഡർമ എന്ന് പറയുന്ന ഒരു മഷ്റൂമിനെ കുറിച്ച് പഠിക്കുകയും ആ മഷ്റൂം ഹെൽത്തിനും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ വളരെ ഉപകാരപ്രദമാണെന്ന് കാണുകയും അത് ഒരു 2020 20 രാജ്യങ്ങളിൽ കൊണ്ടുവരണമെന്ന ആഗ്രഹത്തോടുകൂടിയാണ് മലേഷ്യയിൽ ഒരു ചെറിയ ഗ്രാമമായ അലോസെറ്റാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് തുടങ്ങിയത്. 2020 ആയപ്പോഴേക്കും 180ഓളം രാജ്യങ്ങളായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കമ്പനിയും കമ്പനിയുടെ സ്റ്റെബിലിറ്റിയും കമ്പനിയുടെ വളർച്ചയും ഒക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ 100ഓളം ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് മിഡിൽ ഈസ്റ്റ് നമ്മൾ കൈയടക്കി. DXN കമ്പനി അതിൻ്റെ ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യവുമായിട്ട് നമ്മൾ ആ മേഖല മുഴുവനും നമ്മൾ വെൽനസ് റിട്രീറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഗൾഫ് മേഖല. അവിടെ എല്ലാം വളരെ ശക്തമായ സാന്നിധ്യമാണ് DXN അറിയിച്ചിട്ടുള്ളത്. ആഫ്രിക്കൻ കൺട്രീസും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസും ഇപ്പോൾ നമ്മൾ ശക്തമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ ലണ്ടനും, ഇപ്പോൾ നമുക്കറിയാം, ലണ്ടൻ അതിൻ്റെ ശക്തമായ ഒരു മുന്നേറ്റത്തിലാണ് ലണ്ടനിൽ നമ്മളിപ്പോൾ. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ, അതുപോലെ തന്നെ ബംഗ്ലാദേശ്, ഇതേപോലുള്ള രാജ്യങ്ങളിലേക്ക് ഒരുപാട് ആളുകൾ ലണ്ടനിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ നമുക്ക് വളരെ ശക്തമായിരിക്കുകയാണ്. അതുപോലെ തന്നെ നേപ്പാള് നമുക്ക് പുതിയ ഫാക്ടറികൾ തുടങ്ങിക്കഴിഞ്ഞു. DXN ഒരുപാട് രാജ്യങ്ങളിൽ സ്വന്തം ഫാക്ടറി തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 8ഓളം ഫാക്ടറികൾ നമുക്ക് ഫാമും ഫാക്ടറിയൊക്കെ ആയിട്ട് നമുക്കുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം കമ്പനി ഈസ് വെരി സ്ട്രോങ് എന്നുള്ളതാണ്. എനിക്ക് ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആളുകളോടും അതുപോലെ തന്നെ പഴയ ആളുകളോടും ഒക്കെ ചോദിക്കാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ആയിരത്തി ഇപ്പൊ നമുക്കറിയാം 2025ആണിത്. 2020 നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ള, 2020 മുമ്പ്, അതായത് വാട്ട് വാസ് യുവർ സിറ്റുവേഷൻ ബിഫോർ 5 years. പുതിയ ആളുകളോടുള്ള എൻ്റെ ഒരു ചോദ്യമാണ്, പഴയ ആളുകളോടുള്ള ചോദ്യമാണ്. 5 വർഷം മുമ്പുള്ള നിങ്ങളുടെ കണ്ടീഷൻ എന്തായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറവൂർ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ അവിടെ സിറാജുദ്ദീൻ ചോദിച്ചൊരു ചോദ്യമാണ്, 5 വർഷം മുമ്പ് നിങ്ങൾ ബസ്സിൽ കയറാൻ എങ്ങനെയായിരുന്നു?
5 വർഷം മുമ്പ് നിങ്ങൾ ഓടാൻ എങ്ങനെയായിരുന്നു? 5 വർഷം മുമ്പ് നിങ്ങൾ നടക്കുമ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ ആരോഗ്യത്തിന്റെ സ്ഥിതി? ഇപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് കയറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്നാണ്. 5 വർഷം കൊണ്ട് ഇപ്പോൾ ഒരു 40 വയസ്സുള്ള ഒരാളാണ്, 2020 40 വയസ്സുള്ള ഒരാളാണെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് അയാൾക്ക് കുറേ ചേഞ്ചസ് വന്നു കഴിഞ്ഞു. ഒരു 50 വയസ്സുള്ള ആളാണെങ്കിൽ അയാൾ 55 വയസ്സായി. ദാറ്റ് മീൻസ് അയാൾക്ക് ഒരു കൈയും കൊണ്ട് ബസ്സിൽ പിടിച്ച് കയറാൻ പറ്റിയിരുന്ന ഒരാൾക്ക് ഇപ്പോൾ രണ്ട് കൈയും വേണം എന്നുള്ളതാണെന്ന് നമുക്ക് കിട്ടിയ മറുപടി. അപ്പോൾ നിങ്ങളുടെയും സിറ്റുവേഷൻ എന്തായിരുന്നു? അത് ഏതെല്ലാം രീതിയിൽ, അതായത് ഹെൽത്ത് വൈസ് ആരോഗ്യപരമായിട്ട് 2020 എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയാണ്? അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പേ ടി എമ്മിലൊക്കെ എത്ര രൂപയുണ്ട്, ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എത്രയുണ്ട് എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ കഴിഞ്ഞ ഒരു 2020 സിറ്റുവേഷൻ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്. 2025 അതായത് 5 വർഷം പിന്നിട്ടു. 2020, 21, 22, 23, 24, 25 ഈ 5 വർഷം പിന്നിട്ടപ്പോൾ നമ്മളുടെ ഹെൽത്ത് കൂടിയോ വെൽത്ത് കൂടിയോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് കൂടിയിട്ടില്ല എങ്കിൽ അപകടകരമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. അതായത് ഹെൽത്ത് ഓക്കെ ആണോ, വെൽത്ത് നമുക്ക് ഓക്കെ ആണോ, ഇത് രണ്ടും ഓക്കെ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് രണ്ടും ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അർത്ഥം. അതായത് 2030 സ്ഥിതി വഷളാവും എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് 5 വയസ്സ് പിന്നെയും കൂടും. 5 വയസ്സ് പിന്നെയും കൂടും. നമ്മളുടെ ഹെൽത്ത് വെൽത്ത് രണ്ടും കഴിഞ്ഞ 2020 അതേ സിറ്റുവേഷനിൽ 5 വർഷം കടന്നു പോകും, പെട്ടെന്ന് കടന്നു പോകും. 5 വർഷം പെട്ടെന്ന് കടന്നു പോകും. നമ്മുടെ സിറ്റുവേഷൻ വളരെ മോശം. നമ്മുടെ ഫാമിലി അത് അഫക്റ്റ് ചെയ്യും, നമ്മുടെ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും. ഹെൽത്തിനെ അഫക്റ്റ് ചെയ്താൽ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ചെലവ് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, ഒരു രോഗവുമായി നമ്മൾ ബന്ധപ്പെട്ട് ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ വരുന്ന ചികിത്സാ ചെലവുകളെല്ലാം കൂടി കണക്കൂട്ടി നോക്കുമ്പോഴേക്കും നമ്മുടെ ആധാരം എല്ലാം പണയത്തിലാവും. അതിപ്പോഴേ തന്നെ പണയത്തിലാണ്. എന്നാലും അത് ഒന്നുകൂടി റീപണയം വെക്കും, അല്ലെങ്കിൽ അത് വിൽക്കും. അങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ആണുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ പഴയതിലും വളരെ മോശമാണ് എങ്കിൽ അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ കടത്തിലുണ്ടാകും, കടമുണ്ടാകും, നമുക്ക് വലിയ ലോൺ ഉണ്ടാകും, EMI ഉണ്ടാകും, അങ്ങനെ നടുവൊടിയുന്ന അവസ്ഥയിലായിരിക്കും. ഇത് ആണ് എങ്കിൽ നമുക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്, അതായത് അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ അതിനെ ഒന്ന് സൊല്യൂഷൻ, അല്ലാതെ അത്തരം കാര്യങ്ങളിൽ ഒരു പരിഹാരം ഉദ്ദേശിക്കുന്നത് രണ്ട് മാർഗങ്ങളാണ് ആകെ ലോകത്തുള്ളത്. ഇതിനൊരു പരിഹാരമുള്ളത് ഒന്ന് ജോലി ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ 2020 മുതൽ 25 വരെയും ജോലി ചെയ്യുകയായിരുന്നു. പക്ഷെ ഒരു പുരോഗതി ഒന്നും ഉണ്ടായില്ല. കാരണം അത് 9 മണി മുതൽ 5 മണി വരെ നമ്മുടെ സമയം വേറൊരാൾക്ക് വിൽക്കുകയായിരുന്നു. അത് ഒരു കോൺട്രാക്റ്റിലാണ് നമ്മൾ. അത് KSRTC ആയിട്ടായിരിക്കാം, KSEB ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏതെങ്കിലും സെക്ടർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സെക്ടർ ആയിട്ടായിരിക്കാം. നമ്മുടെ 9 മണി മുതൽ 5 മണി വരെയുള്ള സമയം നമ്മൾ ഒരാളുമായിട്ട് കോൺട്രാക്ട് എടുത്തിട്ട് ഇത്ര വർഷത്തേക്ക് ഞാൻ വിറ്റിരിക്കുന്നു. അങ്ങനെ നമ്മുടെ സമയം വിൽക്കുകയാണ്. നമ്മുടെ സമയം വിറ്റിട്ട് നമ്മളത് 25,000, 50,000, 1 ലക്ഷം, അങ്ങനെ ഒരു എമൗണ്ടിന്, നമ്മളൊരു മാസം നിശ്ചിത എമൗണ്ടിന് നമ്മൾ വിൽക്കുകയാണ് നമ്മുടെ സമയം. അതാണ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയവും അധ്വാനവും നിങ്ങൾ വിറ്റതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നു. ആ വരുമാനം കൊണ്ട് 2020 മുതൽ 2025 വരെ ഓടിയിട്ട് കാര്യങ്ങൾക്ക് വലിയ പുരോഗതിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കേണ്ട സമയമാവും. എന്നുവെച്ചാൽ ജോലി കളയണമെന്നല്ല, ജോലി നിൽക്കെ തന്നെ നമുക്കൊരു ചെറിയ ബിസിനസ്സിലേക്ക് കിടക്കാം. അങ്ങനെയാണെങ്കിൽ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്നത്തെ രാജ്യത്തെ കണ്ടീഷൻ അനുസരിച്ച് എന്ത് ബിസിനസ് ചെയ്യണമെന്നുള്ള ആദ്യം സെലക്ട് ചെയ്യണം. ബിസിനസ് വെറുതെ സെലക്ട് ചെയ്താൽ പോരാ. ആ ബിസിനസ്സിൽ നമുക്ക് മുൻ പരിചയമോ അല്ലെങ്കിൽ മുൻ പരിചയമുള്ള ആളുകളുടെ വൈദഗ്ധ്യവും നമ്മൾ വാങ്ങിക്കേണ്ടി വരും. ഹോട്ടലാണ് തുടങ്ങുന്നതെങ്കിൽ പൊറോട്ട, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൊറോട്ട, കുഴിമന്തി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് അറിയാവുന്ന ആളുകൾ വേണം. ബീഫ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബീഫ് വരെ നമ്മളെ പ്രാകും. അപ്പം അതേപോലത്തെ ബീഫാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജനം 2 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കട കത്തിക്കും. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾ വാങ്ങിക്കണം, അതായത് വാടകയ്ക്ക് എടുക്കണം. അപ്പോൾ അവരെ നമ്മൾ ശമ്പളത്തിന് വെക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നന്നായിട്ട് വേണ്ടി വരും. നമുക്ക് ഒരു നല്ലൊരു മുതൽ മുടക്ക് വേണ്ടി വരും. ഒരു അധ്വാനം നമ്മുടേത് നല്ലോണം വേണ്ടി വരും. നമുക്ക് അതിനുവേണ്ടി പ്രത്യേക ഒരു സ്ഥലം വേണ്ടി വരും. അതിനുവേണ്ടി ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് വേണ്ടി വരും.
പിന്നെ എന്തെങ്കിലും ടാക്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് വേണ്ടി വരും. ലൈസൻസ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആവേണ്ടി വരും. ഒരു 5-6 രൂപ വരെ നമ്മൾ ജോലിക്ക് വെക്കേണ്ടി വരും. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടി വരും. അവരുടെ ലേബർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ ജോലിയും ബിസിനസ്സുമാണ്, രണ്ട് മേഖലയാണ് നമുക്ക് ആകെ. ഇത് ഇപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയും, നമ്മൾ കൃഷി എന്ന് പറയും, കൃഷിയും ബിസിനസ്സിലും നമുക്ക് പെടുത്താം. അപ്പോൾ ഒരു ജോലിയും അതുപോലെ തന്നെ ഒരു ബിസിനസ്സും, ഇത് രണ്ടും നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ, നിങ്ങൾ 2020 ബിസിനസ് എങ്ങനെയായിരുന്നു, 2025 അതിന്റെ പുരോഗതി എന്താണ്? അത് താഴേക്കാണോ, അത് നഷ്ടത്തിലാണോ, അല്ലെങ്കിൽ അത് മേലേക്കാണോ? മേലേക്കാണെങ്കിൽ യു ആർ ഗോയിങ് വെൽ, അതാണ് ചിന്തിക്കുന്നത്. ഇനി ജോലിയാണെങ്കിൽ ജോലിയുടെ സിറ്റുവേഷൻ, ഈ ജോലി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് 2025 2030 അവസ്ഥ ദയനീയമായിരിക്കും. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആകും. കാരണം ടെൻഷൻ സ്ട്രെസ്സും ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാവുന്ന രോഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. ഇമ്മ്യൂണിറ്റി ഷുവറായിട്ട് ഡൗൺ ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വഴി കൂടി നടന്നു പോകുന്ന എല്ലാ രോഗങ്ങളും ഓട്ടോറിക്ഷ പിടിച്ചും ടാക്സി പിടിച്ചും നമ്മുടെ വീട്ടിലേക്ക് വരും. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ ഇതിൽ നിന്നൊരു മോചനം കിട്ടും? ഇതിനൊരു പരിഹാരം വേറെ ഉണ്ടോ? അതിനൊരു പരിഹാരമുള്ളത് ടൈം ലിവറേജ് എന്ന് പറയുന്ന ഒരു പരിഹാരമാണ്. അതായത് നമ്മുടെ സമയം കൂട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറുള്ളതാണ്. അതൊരു 2400 മണിക്കൂറാക്കുക, അല്ലെങ്കിൽ അതൊരു 24,000 മണിക്കൂറാക്കി മാറ്റും. അതെങ്ങനെയാണ് മാറ്റാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതായത് ടൈം ലിവറേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ വലിയ ഒരു ലെസ് എഫേർട്ട് മോർ റിസൾട്ട്, അതായത് ചെറിയ ഒരു പ്രഷർ കൊടുത്തിട്ട് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമ്മൾ ജാക്കി വെച്ച് വണ്ടികൾ പൊക്കുന്നത്, ദെൻ ചില വലിയ നട്ടുകൾ, നമ്മൾ വണ്ടികളുടെയൊക്കെ വീലിൻ്റെ നട്ടുകൾ അഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പാൻഡർ വെക്കും, അതിൻ്റെ മുകളിൽ വേറൊരു പൈപ്പ് വെക്കും, എന്നിട്ട് അതിൽ നമ്മൾ ചാടി ഒന്ന് വീഴുമ്പോഴേക്കും വെറുതെ ഒന്ന് ചാടുമ്പോൾ തന്നെ അത് അഴിഞ്ഞു പോരും. അതായത് അതിൻ്റെ ലിവറേജ് ആണത്. അതായത് ലെസ് എഫേർട്ട് മോർ റിസൾട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ ഒരു പരിശ്രമത്തിലൂടെ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അത് എങ്ങനെയാണ് പണക്കാരായിട്ടുള്ള ആളുകൾ 24 മണിക്കൂർ 24,000 മണിക്കൂറാക്കി മാറ്റിയത്? ഒരു ദിവസം 24 മണിക്കൂറാണ് സാധാരണ എല്ലാ ജനങ്ങൾക്കും ഉള്ളത്. പക്ഷേ റിച്ച് ആയിട്ടുള്ള ആളുകളും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളും ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ 24 മണിക്കൂർ 24,000 മണിക്കൂറായിട്ട് മാറ്റി. അതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യില്ല. അവർ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ പാവപ്പെട്ട ആളുകൾ എപ്പോഴും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുള്ളൂ, ഒരുത്തനെയും കൂട്ടൂല. ഇനി കൂട്ടിയാൽ തന്നെ അവനുമായിട്ട് തല്ല് പിടിച്ച് നമ്മൾ എങ്ങനെ പിരിയാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് PhD എടുക്കും. നമുക്ക് ഒരു 10 പേരെ കൂട്ടി സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹമില്ല. കാരണം അവരെങ്ങനെ രക്ഷപ്പെട്ടു പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കൂടെ വരുന്ന ആളുകളെയൊക്കെ ഞാൻ തള്ളി അകറ്റിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുക്കാനായിട്ട് ഇങ്ങനെ നോക്കും. അങ്ങനെ ഈ ഒറ്റയ്ക്ക് നേടിയെടുക്കുന്ന ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും മുന്നേറി വരാൻ പറ്റുന്നില്ല. പക്ഷെ റിച്ചായിട്ട് ആളുകൾ ഈ രഹസ്യം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു. നമുക്കിപ്പോൾ ഇത് അറിയാമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടീം ആകണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു 10-100 പേർക്ക് ജോലി കൊടുക്കണം. 10-100 പേർക്ക് ജോലി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്യാപിറ്റൽ വേണം, വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം. അത് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഒരു ടീം ഒരു ടൈം ലിവറേജ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ആളുകളെ തൊഴിലാളികളായി കൊണ്ടുവരണം. ഇപ്പൊ തൊഴിലാളികളായി കൊണ്ടുവരാനായിട്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് സാമ്പത്തികമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് നമുക്കില്ലാത്തത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എങ്ങനെ ഈ സമയം വർദ്ധിപ്പിക്കാം എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ഇത് എങ്ങനെയാണ് നമ്മുടെ പണക്കാരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഇത് വർദ്ധിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു ടാക്സി ഓടിക്കുന്ന ഒരാളാണ്. ടാക്സി ഓടിക്കുന്ന ഒരാളെ എനിക്ക് ഒരു കാറാണുള്ളത്. ഞാൻ ഒരു 8-10 മണിക്കൂർ ടാക്സി ഓടിക്കും. പക്ഷെ ഞാൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 10 ടാക്സി എടുത്തു. 10 ടാക്സി എടുത്തിട്ട് ഡേ ഒരു പാർട്ടി ഓടും, നൈറ്റ് വേറൊരാൾ ഓടും. അങ്ങനെ ഞാൻ 20 പേർക്ക് 10 ടാക്സി 20 പേർക്ക് ഞാൻ വാടക കൊടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ അവരിൽ നിന്നൊക്കെ ഒരു 1000 രൂപ അല്ലെങ്കിൽ 750 രൂപ ഞാൻ റെൻ്റായിട്ട് ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവരതിന് എഗ്രിമെൻ്റ് വെച്ചു. അങ്ങനെ ഞാൻ 10 പേർക്ക് ഇത് കൊടുക്കുകയാണ്. അങ്ങനെ 10 പേര് ഇത് വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 10 പേര് 20 പേരാണ്. 20 പേര് ഇൻറ്റു 8 മണിക്കൂർ എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ. 20 പേര് 8 മണിക്കൂർ 160 മണിക്കൂറാണ് എൻ്റെ ഒരു ദിവസത്തെ, എൻ്റെയും കൂടി 168 മണിക്കൂറായിട്ട് മാറി. അപ്പോൾ 10 പേര് അങ്ങനെ നമുക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാൻ പറ്റും. 10 പേര് 8 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഡേയിൽ
എനിക്ക് 80 മണിക്കൂർ വർക്കായി. ഞാനും 8 മണിക്കൂർ വർക്ക് ചെയ്യണം. അപ്പൊ 88 മണിക്കൂറായി. നൈറ്റ് 10 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അവർ 80 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. അങ്ങനെ 168 മണിക്കൂറാണ് എനിക്ക് ഒരു ദിവസത്തെ വർക്കിംഗ് അവേഴ്സ്. അപ്പൊ എന്റെ ഇൻകം എന്ന് പറയുന്നത് അവരെല്ലാവരും കൂടി എനിക്ക് തരുന്നത് 20,000 രൂപയാണ്. ഞാൻ ഓടി ഉണ്ടാക്കുന്നത് ഒരു 5,000 രൂപയാണെന്ന് ചെയ്യുക. അപ്പൊ 25,000 രൂപയാണ് എനിക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം. അങ്ങനെ 25,000 രൂപ ഞാൻ ഒരു 20 ദിവസം ഞാൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉണ്ടാകാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് 25,000 ഇൻറ്റു 20 ദിവസം 5 ലക്ഷം രൂപയാണ്. അപ്പോ 10 വണ്ടി ഞാൻ എടുക്കണം എങ്കിൽ 10 വണ്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെലവാക്കേണ്ട തുക എന്ന് പറയുന്നത് ചിലപ്പോൾ 70, 75, 80 ലക്ഷം രൂപയായി. അപ്പൊ ഞാൻ അത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ഈ സമയം കൂട്ടിയെടുക്കുന്നത്. ഇപ്പൊ ടാറ്റയും ബിർളയും ഗോയങ്കയും അതുപോലുള്ള വലിയ വലിയ ആളുകളൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് പതുക്കെ പതുക്കെ നടത്തി നടത്തി വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. അങ്ങനെ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? അവരുടെ സ്ഥാപനത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം പണിയെടുക്കുന്നത്, ഡേ ആൻഡ് നൈറ്റ്. ഈ ലക്ഷക്കണക്കിന് അവേഴ്സ് ആണ്. അതായത് 1 മണിക്കൂർ വെച്ച് നോക്കിയാൽ ലക്ഷം മണിക്കൂറായി. ഇപ്പൊ 8 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ 8 ലക്ഷം മണിക്കൂർ. 1 ലക്ഷം സ്റ്റാഫുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്ററുടെ ഒരു ഒരു ആ, ഒരു ദിവസത്തെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 1 ലക്ഷം മണിക്കൂർ, അല്ലെ 10 ലക്ഷം മണിക്കൂർ, 8 ലക്ഷം മണിക്കൂർ. ഒന്ന് ആലോചിച്ച് നോക്കി, 1 ലക്ഷം പേരുണ്ടെങ്കിൽ 8 മണിക്കൂർ വെച്ചാണ് 8 ലക്ഷം മണിക്കൂർ. 8 ലക്ഷം മണിക്കൂർ ഒരു ദിവസം വർക്ക് നടക്കുമ്പോൾ അയാളുടെ ഒരു മാസത്തെ 25 ദിവസത്തെ എത്ര ലക്ഷക്കണക്കിന് ടൈം മണിക്കൂറാണ് അയാൾ യഥാർത്ഥത്തിൽ പണിയെടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അയാളുടെ ഇൻകം എന്ന് പറയുന്നത് കോടികളായിരിക്കും. ഒരു ദിവസത്തെ വരുമാനം കോടികളായിരിക്കും. അങ്ങനെയാണ് റിച്ച് എപ്പോഴും റിച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. പുവർ ഒരിക്കലും അങ്ങനെയുള്ള കാര്യമൊന്നും ചിന്തിക്കില്ല. 10 പേർക്ക് ജോലി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയില്ല, ജന്മത്ത് ആലോചിക്കില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കീഴിൽ ജീവിതകാലം വരെ ഉത്തരവാദിത്വമൊന്നും കാര്യമായിട്ട് എടുക്കാതെ ആരുടെയെങ്കിലുമൊക്കെ കീഴിൽ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെ പോയാൽ മതി, അങ്ങനെ ഇങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗം. അതുകൊണ്ടാണ് ഏഹ്, ചുരുക്കം ആളുകൾ മാത്രമാണ് റിച്ച് ആകുന്നത്, അല്ലെങ്കിൽ അവർ പണം ഉണ്ടാക്കുന്നത്. വളരെ ബാക്കിയുള്ള ആളുകൾക്ക് ആ ഒരു മേഖലയിലേക്ക് എത്താൻ പറ്റില്ല. കാരണം അവര് ടീമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ടീമായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കില്ല. നമ്മൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടി 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 ഒളിച്ച് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കീഴിൽ അവർ ഉത്തരവാദിത്തം എടുത്തോളും. നമ്മൾ അതിന്റെ കീഴിൽ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങനെ ഒരു 8 മണിക്കൂർ തള്ളി നീക്കി ഉള്ള 50,000-മോ 20,000-മോ 60,000-മോ 1 ലക്ഷമോ ഒക്കെ വാങ്ങിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പൊ ഈ സ്വഭാവത്തിൽ നിന്ന് മാറാൻ നിങ്ങൾ റെഡിയാണ് എങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഡി എക്സ് എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്കൊരു വാതായനം തുറന്നിരിക്കുകയാണ്. ഡി എക്സിന് ഒരു ലെജിറ്റിമേറ്റ് കമ്പനി ആണോ എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈസ് ദർ എ പ്രൊഡക്റ്റ്, ആദ്യത്തെ ചോദ്യമാണ്. ഇപ്പൊ നിങ്ങൾ ഇഫ് എവരി ആൻസർ ഈസ് യെസ്, ഇറ്റ് മീൻസ് ഡി എക്സിന് ഈസ് ഇവാലുവേറ്റഡ് ആസ് എ ലെജിറ്റിമേറ്റ് കമ്പനി. ഇപ്പൊ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കണം. ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈസ് ദർ എ പ്രൊഡക്റ്റ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ നമ്മുടെ കമ്പനിക്ക്? നമ്മുടെ കമ്പനിക്ക് നൂറുകണക്കിന് പ്രൊഡക്റ്റുകളുണ്ട്. ഇനി അത് 200, 300, 400 ഒക്കെ ആയിട്ട് മാറാൻ പോകുന്നു. ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിക്കുണ്ട്. അപ്പോൾ ഈ സാറെ പ്രൊഡക്റ്റ് നമുക്കുണ്ട്, ഒരു ഉൽപ്പന്നമുണ്ട്. ഡു യു ഗെറ്റ് പെയ്ഡ് ഓൺ സെല്ലിംഗ് പ്രൊഡക്ട്സ് ഓർ നോട്ട് ഓൺ എൻട്രി ഫീ? അതായത് നമ്മൾ കുറെ ആളുകളെ ഡി എക്സനിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻട്രി ഫീ ആയിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ആ എൻട്രി ഫീൻ്റെ ആണോ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോഴാണ്? പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡി എക്സൻ കമ്പനി കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് നമ്മൾ കണ്ടീഷൻസ് ക്വാളിഫൈ ചെയ്തു. Then, does the company intend to sell products or just positions? പൊസിഷൻസ് ആണോ നമ്മുടെ കമ്പനി കൊടുക്കുന്നത്, അതല്ലെങ്കിൽ കമ്പനി പ്രൊഡക്റ്റുകൾ വിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കമ്പനി എപ്പോഴും പ്രൊഡക്റ്റുകൾ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിലൂടെ പ്രൊഡക്റ്റുകൾ വിൽക്കുക, അത്രയുള്ള കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. Is there any correlation between the number of people joined and the money earned? അത് ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിലൂടെ ആണോ നമ്മുടെ ആ, ഇത്? അങ്ങനെ ഒരു കോറിലേഷൻ നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങനെ ഒരു കോറിലേഷൻ ഇല്ല. അതായത് ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിലൂടെ ആണ് നമ്മുടെ പൈസ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന ഒരു കോറിലേഷൻ നമുക്കില്ല. ദെൻ, if no new people join today,
വുഡ് ഐ സ്റ്റിൽ മേക്ക് മണി ടുമാറോ? എനിക്ക് ഇന്ന് കുറെ ആളുകൾ ജോയിൻ ചെയ്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മിക്ക കമ്പനികളിലും ആളുകൾ ജോയിൻ ചെയ്താൽ മാത്രമേ കമ്മീഷൻ കിട്ടുള്ളൂ. ഏത് കമ്പനി എടുത്തു നോക്കോ, ആ കമ്പനികളോട് 3 മാസത്തേക്ക്, ഇപ്പൊ ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ നെറ്റ്വർക്ക് കമ്പനികളോടും പറയുക, അടുത്ത 3 മാസത്തേക്ക് ഒറ്റാളെ നിങ്ങൾ ചേർക്കരുത്, എത്ര വരുമാനം കിട്ടുമെന്ന് ചോദിക്കുക. മിക്ക കമ്പനികളും പൂട്ടിപ്പോകും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് കമ്മീഷൻ കിട്ടുന്നത്. അങ്ങനെയാണ് പല കമ്പനികളുടെ സ്ഥിതി. 3 മാസത്തേക്ക് എല്ലാ കമ്പനികളോടും നിർത്താൻ പറഞ്ഞാൽ മതി ജോയിൻ ചെയ്യും. DXN അപ്പോഴും അവിടെ തുടരും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ DXN ആളുകൾ ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്തില്ലെങ്കിലും പ്രൊഡക്റ്റ് വിറ്റഴിക്കപ്പെടും, കമ്മീഷൻ നമുക്ക് കിട്ടും. അതാണ് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈസ് ദർ എ റീസണബിൾ പ്രൊഡക്റ്റ് റിട്ടേൺ പോളിസി? അതായത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് റിട്ടേൺ ചെയ്താൽ നമുക്ക് മണി ബാക്ക് കിട്ടും എന്നുള്ളതാണ്. മണി ബാക്ക് കിട്ടും, അതാണത്. ഡു ദ കമ്പനീസ് പ്രൊഡക്ട്സ് ഹാവ് ഫെയർ മാർക്കറ്റ് വാല്യൂ? ഇന്ന് ഗാനോഡർമ, നോനി, സ്പൈറലീന ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ഏറ്റവും ഹയസ്റ്റ് ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഉള്ളത്. അത് മറ്റ് കമ്പയർഡ് ടു അതർ പ്രൊഡക്റ്റിന്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് അവരെക്കാൾ കോമ്പറ്റീറ്റീവ് ആണ്. നമ്മൾ പല കമ്പനികളും 60 എണ്ണത്തിന് 1200 രൂപയൊക്കെ ആണ് 60 എണ്ണത്തിന് വാങ്ങിക്കുന്നത്. നമ്മൾ 1520 രൂപ വാങ്ങിക്കുന്നത് ആക്ച്വലി ഒരു 360 എണ്ണത്തിനാണ് സ്പൈറലിനൊക്കെ. അപ്പൊ ഇതൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. ദെൻ ഡു പീപ്പിൾ റിയലി നീഡ് ടു ബൈ ദ പ്രൊഡക്ട്സ് അഗെയിൻ ആൻഡ് അഗെയിൻ? അതൊരു പ്രത്യേക കാര്യമാണ്. നമ്മുടെ പ്രൊഡക്റ്റുകൾ തീർന്നു പോകുന്ന പ്രൊഡക്റ്റാണ്, വീണ്ടും 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 ഉപയോഗിക്കേണ്ടി വരുന്ന പ്രൊഡക്റ്റുകളായതുകൊണ്ട് റീപർച്ചേസിന്റെ ഫ്രീക്വൻസി, അതായത് അതിന്റെ ആവർത്തി അധികമാണ്. അതുകൊണ്ടാണ് DXN കമ്പനിയിൽ ആളുകൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും DXN കമ്പനിയിൽ ആളുകൾക്ക് പൈസ കിട്ടുന്നതിന്റെ കാര്യം. അപ്പൊ നിങ്ങൾ ഈ ഒരു 8 ആസിഡ് ടെസ്റ്റ് വെച്ചിട്ട് കമ്പനികളെ ചെക്ക് ചെയ്യുക. അപ്പോഴാണ് ഒരു കമ്പനി ജെന്യുവിൻ ആണോ എന്നുള്ളത് നമുക്ക് പിടുത്തം കിട്ടുള്ളൂ. ഇതൊരു അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇത് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാ കമ്പനികളും വെച്ചിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും ചലഞ്ച് ചെയ്യാറുള്ള ഒരു കാര്യം എന്താ അറിയാമോ? നിങ്ങൾ ജോയിനിങ് 3 മാസത്തേക്ക് എല്ലാ കമ്പനികളും സ്റ്റോപ്പ് ചെയ്യുക. ഒറ്റ ആളെ റിക്രൂട്ട് ചെയ്യരുത്. നിങ്ങളുടെ ടീമിലുള്ള ലീഡേഴ്സിനും എല്ലാവർക്കും എത്ര രൂപ വെച്ച് കിട്ടുമെന്ന് ചോദിച്ചാൽ മതി. മിക്ക കമ്പനികളും പൊട്ടിപ്പോകും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി കെയർഫുൾ. പല കമ്പനികളിലും എത്തിക്സ് ഇല്ല. മിക്ക കമ്പനികളും എത്തിക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ ഒരു കമ്പനിയിൽ വന്നു, ആ കമ്പനിയിൽ ഞാൻ ഒരുപാട് ടീമിനെ കൊണ്ടുവന്നു, ആ ടീമുമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്നെ കൊണ്ടുവന്ന ആളുമായിട്ട് ഒരു വാക്ക് തർക്കത്തിൽപ്പെട്ടു. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ എൻ്റെ ടീമിലുള്ള എല്ലാ ആളുകളെയും വേറൊരാളുടെ ട്രീയിലേക്ക് പറിച്ചു നടാം. അത് മിക്ക കമ്പനികളിലും ഇത് പോസിബിളാണ്. അതായത് ഞാൻ കൊണ്ടുവന്ന ആളുകൾ, ഞാനും എൻ്റെ അപ്ലൈനായിട്ടുള്ള ആളുമായിട്ട് ഒരു ചകട ഉണ്ടായി, ഒരു ഒരു വാക്കേറ്റം ഉണ്ടായി. അയാൾക്ക് എന്നോട് വൈരാഗ്യം തോന്നി. അയാൾക്ക് കമ്പനിയിൽ സ്വാധീനം ഉണ്ടെങ്കിൽ കമ്പനിയിൽ പറഞ്ഞിട്ട് എൻ്റെ ടീമിൽ ഇപ്പോൾ ഒരു ലക്ഷം ആൾക്കാരുണ്ടെങ്കിൽ ആ 1 ലക്ഷം ആൾക്കാർ അയാൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം. ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കുന്നതിന് അയാളുടെ കയ്യിൽ നിന്ന് അയാൾക്ക് പൈസ മേടിക്കാം. അതേപോലത്തെ പരിപാടികൾ ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ ഇന്ന് നാട്ടിലുണ്ട്. ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റിയാലാണ് ഇത് മനസ്സിലാവുള്ളൂ. ചില കമ്പനികൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കമ്പനിയിൽ വന്നു വർക്ക് ചെയ്തു, നല്ല ബിസിനസ് ഈ മാസം കൊടുത്തില്ല, 2 മാസമായിട്ട് കൊടുത്തില്ല, 3 മാസമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല, 4ാമത്തെ മാസം നിങ്ങൾ തിരിച്ച് ആ കമ്പനിയിലേക്ക് വന്നിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് 4ാമത്തെ മാസം തുടങ്ങി വർക്ക് ചെയ്യണം, ഞാൻ ഒരു 3 മാസമായിട്ട് അസുഖമായിട്ട് കിടപ്പായിപ്പോയി അല്ലെങ്കിൽ ആക്സിഡന്റ് ആയിപ്പോയി, എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവർ പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യം തുടങ്ങാൻ പറയും. കാരണം നിങ്ങൾ ഈ ഈ 3 മാസം മുമ്പ് നിർത്തി പോരുന്നത് വരെ നിങ്ങൾക്ക് 1 ലക്ഷം പേരുണ്ടായിരുന്നു, 10,000 പേര് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ 10,000 പേരും നിങ്ങൾ കൊണ്ടുവന്ന ആൾക്ക് കയറിപ്പോവുകയും നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് പ്ലാനുകളാണ് പൊതുവെ എല്ലാ കമ്പനികൾക്കുള്ളത്. ഇതൊന്നും തുടക്കത്തിൽ ആരും പറയില്ല, അത് നമ്മളെ അറിയിക്കുകയില്ല. അവസാനം ഈ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട് ഒരു ടീം ഉണ്ടാക്കി വരുമ്പോഴാണ് ഇതെല്ലാം തിരിച്ചറിയുന്നത്. ആ സമയത്തേക്കും നമ്മൾ അതിൽ പെട്ടുപോയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് പല ആൾക്കാരും നിരാശരായിട്ട് പല കമ്പനികളിൽ നിന്നും പോകുന്നതും എല്ലാ കമ്പനികളെയും ഒരേപോലെ അടച്ചാക്ഷേപിക്കുന്നതിന്റെ കാര്യം. അപ്പൊ ഇതൊന്ന് തിരിച്ചറിയുക കേട്ടോ. DXN കമ്പനിയിൽ നമുക്കിപ്പോൾ വേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് DXN കമ്പനികളുടെ ചില പ്രൊഡക്റ്റുകളാണ്. ആ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് DXN കമ്പനി നമ്മളെ കസ്റ്റമേഴ്സിനോട് വാങ്ങിക്കാൻ ആവശ്യപ്പെടുന്ന പ്രൊഡക്റ്റുകളിൽ ചിലത് ഞാനൊന്ന് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് സോപ്പ്, മറ്റൊരു പ്രൊഡക്റ്റാണ് ടൂത്ത് പേസ്റ്റ്, മറ്റൊരു പ്രൊഡക്റ്റാണ് ഡിപ് ടീ എന്ന് പറയാം, മസാല ഡിപ് ടീ. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു മസാല ഡിപ് ടീ വാങ്ങിച്ചു നോക്കുക, 240 രൂപയാണ്. നിങ്ങൾ ജസ്റ്റ് 25 ബാഗ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു പാലിൽ ഉണ്ടാക്കാനാണെങ്കിൽ ഒരു 50 ചായയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും.
എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഞാനത് ശരിക്കും 25 എണ്ണമാണ് പാലിലുണ്ടാക്കുന്നത്. പക്ഷെ നിങ്ങൾ കട്ടനായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ 50 ചിലപ്പോൾ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത് ഡിപ്റ്റി ആണ്, മസാല ഡിപ്റ്റി, വെരി ടേസ്റ്റി. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഗ്രീൻ ഡിപ്റ്റി, ഗാനോഡർമ ചേർന്ന ഗ്രീൻ ഡിപ്റ്റി. ദെൻ ഋഷി ഗാനോട്ടി, അതായത് ഗാനോഡർമ ചേർന്ന ചായ. സ്പിരുലിന, സ്പിരുലിന എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് എല്ലാം കൂടി ഡി പി വരുന്നത്, അതായത് MRP വേറെയാണ്, ഡി പി വരുന്നത് 3293 രൂപ. 1700 SB വരും, 1040 പോയിന്റ് വരും. പോയിന്റ് വാല്യൂ, സെയിൽസ് വാല്യൂ, ഇത് നമ്മുടെ ബിസിനസ്സിനെ കമ്മീഷൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ എല്ലാവരും, ലോകത്തുള്ള എല്ലാവരും ഗാനോഷി ടൂത്ത് പേസ്റ്റ് ഇട്ട് പല്ല് തേക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും നിങ്ങളുടെ ആഗ്രഹവും. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ദന്ത ഡോക്ടർമാർ പകുതിയായിട്ട് വേറെ പണിക്ക് പോകേണ്ടി വരും. അത് വളരെ അച്ചട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഒരു ഗേറ്റ് വേ, കാരണം നമ്മുടെ ഗേറ്റ് വേ ആണിത്. ഈ ഗേറ്റ് വേ ക്ലെൻസർ ആണിത് ആക്ച്വലി. ഇത് ഗാനോഡർമയും മെന്തോളും ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ ടൂത്ത് പേസ്റ്റ്. ഗമ്മ്, റൂട്ട്, ടിഷ്യൂസ്, നെർവ്സ്, ബ്ലഡ് വെസൽസ്, ഇതുമേലെല്ലാം പണിയെടുക്കുകയും ഗാനോഡർമ ഉള്ളതുകൊണ്ട്. ഷുഗർ ഇല്ല, അതുകൊണ്ട് ബാക്ടീരിയൽ ഗ്രോത്ത് പ്രിവെന്റ് ചെയ്യും. ബാഡ് ബ്രത്ത് മാറും. നമുക്കറിയാം, ഇത് തേച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ബാഡ് ബ്രത്ത് വളരെ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ദെൻ ഗമ്മ് ഉറക്കുന്നുണ്ട്. കാരണം ഗമ്മ് ഉറച്ചു കഴിയുമ്പോഴേക്കും പല്ലാട്ടം നിൽക്കും. പല്ലാടുന്ന ആൾക്കാർക്ക് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. കുറച്ച് എടുത്താൽ തന്നെ നമുക്ക് കിട്ടും, അത് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേസ്റ്റേജ് ഒഴിവാക്കാൻ പറ്റും, നമുക്ക് വേസ്റ്റേജ് അധികം വരില്ല. ദെൻ അതുകൊണ്ട് തന്നെ ഇത് ഇക്കോണമിയാണ്. അതായത് നിങ്ങളൊരു ദന്ത ഡോക്ടറെ ഒരു വർഷം കാണുന്ന പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങളുടെ ഫാമിലിക്ക് ഈ പറയുന്ന പേസ്റ്റ് ഇട്ട് പല്ലേക്കാം എന്നുള്ളതാണ്. മാത്രമല്ല അതുകൊണ്ട് ഒരുപാട് വേറെ നേട്ടങ്ങളുണ്ട്. കാരണം മിക്കവാറുള്ള പേസ്റ്റുകൾ നമുക്കറിയാം ഫ്ലൂറൈഡ്, തന്നെ അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റ്, അതായത് പടക്കം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇവിടെ ഒരു 150 ഗ്രാമിന് 260 രൂപ വിലയുള്ള ഒരു പേസ്റ്റ് എനിക്കറിയാം. ആ പേസ്റ്റിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ഒരു ഘടകമാണ്. ദാറ്റ് മീൻസ് അത് പടക്കം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടക്കം പൊട്ടാനാണ്. വായി നമ്മുടെ പല്ലൊക്കെ പോവും. അതിൻ്റെയൊക്കെ റിസൾട്ടാണ് നമ്മളിപ്പോൾ ലോകത്ത് ദന്ത ഡോക്ടർമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാണുന്നത്. ഇത്ര നല്ല പേസ്റ്റ് ഇട്ട് പല്ല് വെച്ചിട്ട് നമുക്ക് ഇത്രയും ദന്ത ഡോക്ടർമാർ കൂടുന്നത് എന്താണെന്നുള്ള ചോദ്യം എപ്പോഴും നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. ദെൻ ഗാനോഷി സോപ്പ് വിത്ത് എ ഡിഫറൻസ്. എന്താണ് ഈ സോപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോപ്പ് എല്ലാ സ്കിന്നും പറ്റും. അതായത് ഡ്രൈ, ഓയിലി, വെറ്റ് സ്കിൻ. കുറച്ച് ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല പതയം വരുന്നുണ്ട്. യൂസബിൾ ഫോർ എ ലോങ് പീരീഡ്, കുറച്ചധികം നാൾ ഉപയോഗിക്കാൻ പറ്റും. കാരണം കട്ടിയുള്ള, പെട്ടെന്ന് തേഞ്ഞു പോകുന്ന ടൈപ്പ് അല്ല. ലോങ്ങർ യൂസേജ് എൻഷുവേഴ്സ് എക്കോണമി. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ വീട്ടിൽ 4 സോപ്പ് വേണ്ടി വരുന്ന സ്ഥലത്ത് ഇതൊരു സോപ്പ് മതിയാവും. അതാണ് ഇതിന്റെ എക്കോണമി എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ഗാനോഡർമ ചേർന്നിട്ടുള്ള ഒരു സോപ്പാണ്. ഇൻട്രസ്റ്റിംഗ്. പാം ഓയിലാണ് അതിന്റെ ബേസ്, അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ റിച്ച് ആണ്. ദെൻ സ്പൈർലിന എന്ന് പറയുന്നത് ഒരു 2 എണ്ണം എല്ലാ ദിവസവും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ലൈഫ് എനർജിയാണ്. ഇത് നിങ്ങളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടിക്കൊണ്ടുവരാം. ഡിഎക്സൺ കമ്പനിയുടെ സ്പൈർലിന മാത്രമാണ് കുറച്ച് അധികം എടുത്ത് നമുക്ക് കഴിക്കാനായിട്ടുള്ള ഒരു സേഫ്റ്റി ഉള്ളത്. മിക്കവാറും ബാക്കിയുള്ള എല്ലാ സ്പൈർലിനയും അവർ ഒരെണ്ണത്തിക്കുള്ളിൽ കഴിക്കരുതെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് അറിയാമോ സ്പൈർലിന എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. നമ്മളെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നമ്മുടെ യുണൈറ്റഡ് നേഷൻസിന്റെ താഴെ വരുന്നൊരു ഓർഗനൈസേഷൻ ഇംസാം എന്ന് പറയുന്നത്. ആ ഇംസാം എന്ന് പറയുന്ന സംഘടന സ്പൈറലിന ലോകം മുഴുവനും മാൾ ന്യൂട്രീഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് ലക്ഷക്കണക്കിന് കുട്ടികളെ ദത്തെടുക്കുന്ന ഒരു പ്രോസസ്സ് വന്നപ്പോൾ അതിൽ 10 ലക്ഷം കുട്ടികളെ ദത്തെടുത്തിട്ട് അവർക്ക് സ്പൈറലിന ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ഉദ്യമം ഡിഎക്സൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനം എറണാകുളത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ നടത്തുകയുണ്ടായി. ഇപ്പൊ സ്പൈറലീന എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു ഇമ്മോർട്ടൽ ആൻസെസ്റ്ററാണ് നമ്മുടെ. അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ഈ ഭൂമി ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായ ആദ്യത്തെ ഹരിതകമാണ് സ്പൈറലീന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വലിയ അപ്പൂപ്പനാണിത്. ദെൻ സോളാർ എനർജി കെമിക്കൽ എനർജി ആയിട്ട് അതായത് 10% മോർ ദാൻ നോർമൽ പ്ലാൻ. നോർമൽ പ്ലാന്റിനേക്കാൾ 10% സോളാർ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നത് മറ്റു പ്ലാന്റുകളേക്കാൾ കൂടുതലാണ് നമ്മുടെ. ദ ബെസ്റ്റ് ആൽക്കലൈൻ ഹോൾസം ഫുഡ്. ഒരു ആൽക്കലൈൻ ഫുഡ് നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഗാനോഡർമ കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ആൽക്കലൈൻ ഫുഡാണ് സ്പൈറലീന എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് ആൽക്കലൈൻ ഹോൾസം ഫുഡ്, കേപ്പബിൾ ഓഫ് സർവൈവിങ് ഹൈ ടെമ്പറേച്ചർ. അതായത് 60 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ. നിങ്ങൾ എടുത്തു നോക്കിയോ, നമ്മുടെ സ്പൈറലീന നന്നായിട്ട് കഴിക്കുന്ന ഒരാൾക്ക്
നല്ല ഊഷ്മാവിലും പിടിച്ചേക്കാൻ പറ്റും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദ ന്യൂക്ലിയർ പ്ലാന്റ് ദാറ്റ് പ്രൊഡ്യൂസസ് ഹൈ ലൈഫ് എനർജി. ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ആണത്. ഇത് മനുഷ്യർക്കാണ് സാധാരണ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ നായ്ക്കൾക്കും വളർത്തു മൃഗങ്ങൾക്കും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ഇതൊരു നല്ല വിലയുള്ള ഒരു ഒരു നായയാണ്. ഈ നായ്ക്ക് ഒരു പ്രശ്നം വന്നു. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും. ആ നായയുടെ ദേഹത്ത് മുഴുവനും ഈ ഇങ്ങനെ കറുത്ത 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 പാടുകളാണ്. അത് ഇങ്ങനെ വസൂരി പോലെയോ അല്ലെങ്കിൽ ഇങ്ങനെ സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ് ഒക്കെ പോലെ ഇങ്ങനെ മുളച്ചു വരാൻ തുടങ്ങി. അപ്പൊ ഇവന് ആ, ലണ്ടനിലുള്ള താമസിക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളാണ് ഈ ഇതിന്റെ ഉടമസ്ഥൻ. അപ്പൊ അദ്ദേഹം ഈ നമ്മുടെ സ്പൈറലിനെ കുറെ നാളുകളായിട്ട് കഴിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതിന്റെ റിസൾട്ടുകളൊക്കെ അറിയാം. പക്ഷെ ഇത് നായ്ക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അയാൾക്ക് അറിയില്ലേ. അങ്ങനെ അദ്ദേഹം ഓർത്തു, ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തിട്ട് ഇവന് മാറുന്നില്ല. ഇവന് വെറ്റനറി ഡോക്ടറുടെ ഇഞ്ചക്ഷൻ, മറ്റേ ഓയിൽമെന്റ്, മരുന്ന്, സ്പ്രേ, അങ്ങനെ പലതും, പല കുളിപ്പിക്കല്, ഷാമ്പു മാറ്റി നോക്കല്, എവറിത്തിങ്. പക്ഷെ ഒന്നും നടന്നില്ല. പരിഹാരം ഉണ്ടായില്ല. അങ്ങനെ ഇദ്ദേഹം ഓർത്തു, ഞാൻ കഴിക്കുന്ന സ്പൈറലീനല്ലേ, ഏതായാലും ഇവന് കൊടുത്തു നോക്കാൻ കരുതി അവനിത് പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവനത് കഴിക്കാൻ തുടങ്ങി. ഒരു 1 മന്ത് കൊണ്ടുണ്ടായ ചേഞ്ച് എൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നാണ്. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഒരുപാട് മനുഷ്യരെ സ്നേഹിക്കാത്ത കുറേ ആളുകളുണ്ട്. അവരെ സ്നേഹിക്കുന്നത് വളർത്ത് മൃഗങ്ങളാണ്. അപ്പോൾ അവർ സ്നേഹിക്കുന്നതും വളർത്ത് മൃഗങ്ങളെയാണ്. അങ്ങനെ വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുന്ന കുറേ സെന്റേഴ്സ് ഇപ്പം ലോകം മുഴുവനും ആയിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് കേരളത്തിലെ എറണാകുളത്തൊക്കെ. അവിടെയൊക്കെ ഇതിനെ ഒന്ന് കൊണ്ട് കുളിപ്പിക്കണതിന് 1500 രൂപയും മുടി വെട്ടണതിന് 3500 രൂപയ്ക്കാണ്. എൻ്റെ തലമുടി വെട്ടാൻ ആകെ 110 രൂപയുള്ളൂ. പക്ഷെ ഒരു നായിനെ കൊണ്ട് മുടി വെട്ടണതിന് 3500 രൂപയാണ്. നായയുടെയൊക്കെ ഒരു കാലം. അപ്പോൾ അതിന് അത്രയും പണം നമ്മൾ ചെലവഴിക്കുന്നുണ്ട് ആളുകൾ. അപ്പോൾ അവിടെ സ്പൈറലീന ഈസ് ബെസ്റ്റ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. കേരള കർഷകൻ പറയുന്നു, സ്പൈറലീന ആരോഗ്യം കാക്കും ആൽഗയാണെന്ന് പറയുന്നത്. സ്വിഫ്റ്റ് കടൽപ്പായലിൽ ഉൾപ്പെട്ട ചില ഘടകങ്ങൾക്ക് കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ഗവേഷണ റിപ്പോർട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കടൽപ്പായലിൽ നിന്ന് കോവിഡ് പ്രതിരോധ മരുന്ന് പ്രബന്ധത്തിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം. ആക്ച്വലി നമ്മൾ കടൽപ്പായലിൽ നിന്നല്ല എടുക്കുന്നത്. നമ്മൾ ഈ കടൽപ്പായലിലുള്ള ഈ സംഭവം എടുത്തിട്ട് നമ്മൾ ശുദ്ധജലത്തിലാണ് ഇതുണ്ടാക്കുന്നത്. കാരണം കടല് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അൺവാണ്ടഡ് ഒരുപാട് സാധനങ്ങൾ കയറി വരും. അതുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഹൈജീനിക് ആയിട്ടും വളരെ എന്താ പറയുന്നത്, പ്രിക്കോഷൻ എടുത്തിട്ടൊക്കെയാണ് നമ്മുടെ സ്പൈറലീന കൃഷി. അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികൾക്കൊക്കെ 10 ലക്ഷം കുട്ടികളെ നമ്മൾ ദത്തെടുത്തിട്ട് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ധൈര്യം കാണിക്കുന്നതും കൊടുക്കുന്നത്. ഇത് റിസർച്ച് റിപ്പോർട്ടാണ്. സ്പൈറലീന ദ മോസ്റ്റ് എഫിഷ്യന്റ് ഇമ്മ്യൂണിറ്റി എൻഹാൻസർ ആൻഡ് ടൈം ടെസ്റ്റഡ് ആന്റിവൈറൽ റെമഡി, എ പൊട്ടന്റ് ടൂൾ ടു കോമ്പാറ്റ് COVID-19 ഗ്ലോബൽ പാൻഡമിക്. ഇത് ഒരു റിപ്പോർട്ട് വന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻസാമിന്റെ റിപ്പോർട്ടാണ്. അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരുടെ ഒരു സംഭവമാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ അത്യാവശ്യം വേണ്ടവർക്കൊക്കെ ഇത് ഞാൻ അയച്ചു തരാം. എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റുകൾ, ഇത്രയും നല്ല പ്രൊഡക്റ്റുകൾ എങ്ങനെ നമുക്ക് മാർക്കറ്റിലെ ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. അതിന് വേണ്ടത് ഇതാണ്. നിങ്ങൾ ഇത് ഒന്ന് പ്രിന്റ് ഔട്ട് എടുക്കുക. ഒരു 8 കോളങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ലൈൻ ഡിസ്ട്രിബ്യൂട്ടർ ചാർട്ട് എന്നാണ് അതിന്റെ പേര്. ഇത് ഒരു 8 അംഗങ്ങളെ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു നമുക്ക് കുറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ തൊഴിൽ കൊടുക്കാൻ ചാൻസസ് ഉള്ള ആളുകളെ നമുക്ക് DXNലേക്ക് ക്ഷണിക്കാം. അങ്ങനെ തൊഴിലവസരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ നെയിം എഴുതിയിരിക്കുന്നത് തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം, ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം, വീട്ടമ്മമാർക്ക് ജോയിൻ ചെയ്യാം, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്ക് ആർക്കാണെങ്കിലും ഇതിനകത്ത് വരാം. അപ്പം ഈ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾ എടുക്കാം. നിങ്ങളുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാവരെയും നിങ്ങൾക്ക് നെയിം, അവർ DXN ജോയിൻ ചെയ്യുമ്പോൾ ഒരു കോഡ് നമ്പർ ഉണ്ടാവും. അവർ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് PV ഉണ്ടാവും, അവരുടെ മൊബൈൽ നമ്പർ ഉണ്ടാവും. ഇത് ഒരു കോളം നമ്മൾ ഫില്ല് ചെയ്തെടുക്കുക. 8 പേരുടെ ഈ പേരുടെ നെയിമും അവരുടെ ഡീറ്റെയിലും അടങ്ങുന്ന ഈ കോളം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് ലെവല് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ പേര്, കോഡ് നമ്പർ മഞ്ഞയിൽ കാണുന്നത്. ഇങ്ങനെയായിരിക്കും അപ്പോൾ സംഭവിക്കുന്നത്. ഇങ്ങനെയായിരിക്കും അത് വരുന്നത്. നിങ്ങൾ ഡയറക്റ്റായിട്ട് DXN കമ്പനിയിലേക്ക് റെക്കമെൻഡ് ചെയ്ത, സ്പോൺസർ ചെയ്ത 8 ബിസിനസ് പാർട്ട്നേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബിസിനസ് പാർട്ട്നേഴ്സിനെ ഷോർട്ട് ഫോമിൽ വിളിക്കുന്നതാണ് BP. ഈ 8 ബിസിനസ് പാർട്ട്നേഴ്സും അവരും ഇതേപോലെ നമ്മൾ 8 പേരെ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു അസംഷൻ നമ്മൾ എടുക്കാം, നമ്മളെ സങ്കല്പിക്കാം. അപ്പോൾ 64 പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ കൂടെ വരും, ബിസിനസ് പാർട്ട്നേഴ്സ് വരും. ഓരോ ബിസിനസ് പാർട്ട്നേഴ്സും ഒരു
ആം, 15,000 രൂപയുടെയെങ്കിലും സാധനം വാങ്ങിച്ച് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. 15,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ ചെയ്യുകയും ഞാൻ ഒരു 8 ബിസിനസ് പാർട്ട്നേഴ്സിനെ ഞാൻ ചെയ്തതുപോലെ തന്നെ അവരെയും ബിസിനസ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ് എങ്കിൽ ഒരു ഒരു നമ്മൾ നേരിട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ 5,000 പോയിന്റും 7,500 സെയിൽസ് വാല്യൂവും നമുക്ക് വരും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഞാൻ 15,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചു, ഞാൻ ഇതിൻ്റെ ട്രെയിനിങ് എടുത്തു, ഞാൻ ഇതിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൗസ് മീറ്റിംഗ് ഒക്കെ ചെയ്യാൻ തീരുമാനമെടുത്തു, ഡെമോ ചെയ്യാൻ തീരുമാനമെടുത്തു എൻ്റെ വീട്ടിൽ. അതേപോലെ ഞാൻ കുറച്ച് പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. കാരണം അവർക്കൊക്കെ അടുത്ത 1-2 വർഷം കൊണ്ടിട്ട് അവർക്ക് വ്യത്യാസം വരുത്തണം. 2025 നിന്ന് 2030 ആകുമ്പോഴേക്കും അവർക്ക് ഇതുവരെ നഷ്ടപ്പെട്ടു പോയ സമയത്തിന്റെ നല്ലൊരു ശതമാനം ലാഭം അവർക്ക് ഈ അടുത്ത 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന 8 ആൾക്കാരെ നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ ആക്ച്വലി ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന 7,500 SV, 5,000 PPV, 7,500 SV, നിങ്ങളുടെ 8 ബിസിനസ് പാർട്ട്നേഴ്സ് ചെയ്യുന്ന 5,000 പോയിന്റ്, അപ്പോൾ 40,000 പോയിന്റ് ആവും. നിങ്ങളുടെ 5,000 പോയിന്റും കൂടി കൂട്ടുമ്പോൾ 45,000 പോയിന്റ്. 45,000 പോയിന്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് 67,500 സെയിൽസ് വാല്യൂ വരും ടോട്ടൽ. ഇതിൽ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് നിങ്ങൾക്ക് കമ്പനി തരുന്നത് 11,475 രൂപയാണ്. ഇത് കാണാപ്പാടം പഠിക്കണം. കാണാപ്പാടം പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. 11,475 രൂപ നിങ്ങൾക്ക് കിട്ടും. ഇതിന് സർക്കാർ കുറച്ച് ടാക്സ് പിടിക്കും അതിൽ നിന്ന്. അത് ആദ്യത്തെ സമയത്ത് തന്നെ പിടിക്കും, കാരണം ഇത്ര എമൗണ്ട് വരുമ്പോൾ 20% റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്. കാരണം നിങ്ങൾ 15,000 സാധനം മേടിക്കുമ്പോൾ ഒരു 3,000 രൂപ നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കൂട്ടിയിട്ടാണ് നിങ്ങൾ വിൽക്കുന്നത്. ദാറ്റ് മീൻസ് ഒരു 14,475 രൂപ നിങ്ങൾക്ക് ഫസ്റ്റ് ലെവലിൽ തന്നെ നിങ്ങൾക്ക് പൈസ ആയിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് 15,000 ആണ് പ്രൊഡക്റ്റിൽ, നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് സംവർ അറൗണ്ട് നിയർലി 15,000 റുപ്പീസാണ്. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത് നെക്ലേസ് ആണ്. നെക്ലേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 8 മുത്തുകളാണ് കിട്ടിയിരിക്കുന്നത്. 8 ബിസിനസ് പാർട്ട്നേഴ്സാണ്. ഈ 8 ബിസിനസ് പാർട്ട്നേഴ്സിനും 8 പേരുണ്ട്. അതാണ് 1, 2, 3 തുടങ്ങി 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 8 വീതം ലാസ്റ്റ് വരുന്ന 64 പേര്. അങ്ങനെ ഈ 64 പേര് വരുമ്പോൾ നിങ്ങൾ 64 എല്ലാം കൂടി കൂട്ടുമ്പോൾ 72, നിങ്ങൾ ഉൾപ്പെടെ 73 പേരാണ് വരുന്നത്. ഇതാണ് നെക്ലസ്. ഇപ്പൊ നമുക്ക് നെക്ലസ് ഒക്കെ ഭാര്യക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്ന പ്രോഗ്രാമാണ്. ഇതിലെന്താ സംഭവിക്കുന്നത്? നിങ്ങൾ 5,000 പോയിന്റ് ചെയ്യുന്നു, 7,500 വരുന്നു. നിങ്ങൾ 8 പേര് 5,000 പോയിന്റ് ചെയ്യുന്നു, അപ്പോൾ അതിന് വരുന്ന 60,000 വരുന്നു. നിങ്ങൾക്ക് 40,000 ഗ്രൂപ്പ് പോയിന്റ് വരുന്നുണ്ട്. ദെൻ 8 പേര് 64 പേര് വരുന്നു. 64 പേര് കൂടി 5,000 പോയിന്റ് ചെയ്യുന്നു, 4,80,000 വരുന്നു. അങ്ങനെ ടോട്ടല് 5,47,500 വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർ ഡയമണ്ട് ആവും. സ്റ്റാർ ഡയമണ്ട് ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം വരുന്നത് 1,08,075. ഞാൻ ഈ ഡയമണ്ട് ആയപ്പോൾ ഞാൻ വാങ്ങിച്ചത് 1,09,000 രൂപയാണ്. അപ്പം ഞാൻ അതുമായിട്ട് കണക്ക് കൂട്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഞാൻ വാങ്ങിച്ചതിൻ്റെ 1,000 രൂപ കുറവാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ വാങ്ങിച്ചത് 2001 നിങ്ങൾ ഈ 2025 വാങ്ങിക്കണ കാര്യമാണ് ഈ പറഞ്ഞത്. 1,08,075 വാല്യൂ ഭയങ്കര കുറവാണ്. എന്നാൽ പോലും ഞാൻ പറയുകയാണ് 1,08,075 രൂപ നിങ്ങൾക്ക് വരുമാനം DXനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് രണ്ടാമത്തെ ലെവലിൽ. മൂന്നാമത്തെ ലെവലിൽ നിങ്ങൾക്ക് 8 ഡയമണ്ടുകൾ ഉണ്ടാവും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്ന 8 പേരും 5,47,000 SV കൊടുത്തുകൊണ്ട് അവര് ഡയമണ്ടായി മാറിയിട്ടുണ്ടാവും. 8 പേരെ ഡയമണ്ട് ആക്കുന്ന ഒരാളെ വിളിക്കുന്നത് ഗോൾഡ് ഡയമണ്ട് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് 43,76,000 സെയിൽസ് വാല്യൂ ആണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു 10% ആവറേജ് അതിന്റെ ഇൻകം ഉണ്ടാവും. ദാറ്റ് മീൻസ് 4,33,600 രൂപ ഉണ്ടാവും. പ്ലസ് 1,20,000 രൂപ നിങ്ങൾക്കൊരു ഹാൻഡ് ഫോൺ ഇൻസെന്റീവ്, ഒരു ട്രിപ്പ് ഇൻസെന്റീവ് ഉണ്ടാവും. പ്ലസ് പ്രോഫിറ്റ് ഷെയറിങ് എല്ലാം കൂടി കൂട്ടുമ്പോൾ ഏകദേശം 5,57,600 രൂപയായിരിക്കും നിങ്ങൾക്ക് DXN കമ്പനിയിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉള്ള തേർഡ് ലെവലിലെ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് എടുക്കാം. അപ്പൊ ഇത് ബിസിനസ് എടുക്കുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഇത് ഈ അങ്ങനെ തന്നെ പോകുന്നു. അങ്ങനെ തന്നെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതൊരു കണക്കാണ്, അസംഷനാണ്. പക്ഷെ ഇതിന്റെ ഒരു 10% തന്നെ നമ്മൾ എടുത്താൽ തന്നെ 55,760 വരും. ദാറ്റ് മീൻസ് ഒരു ഒരു നിങ്ങൾ ചെയ്യുന്നതിന്റെ ഇങ്ങനെ ലക്ഷ്യം വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. വലിയ ചാട്ടം ചാടുമ്പോൾ നമുക്കറിയാം, കുറച്ച് വലിയ തോട് ചാടണമെങ്കിൽ നമ്മൾ കുറച്ച് അകലെയെന്ന് ഓടി വരും. കാരണം ആ തോട് ചാടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ആക്കം കിട്ടണം. എന്ന് പറയുന്ന പോലെ നിങ്ങളൊരു വലിയ തോടാണ് ചാടാൻ പോകുന്നത്, അല്ലെങ്കിൽ വലിയൊരു എമൗണ്ടിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കാൻ പോകുന്നത് എന്നുള്ള ആഗ്രഹത്തോടെ നമ്മൾ ചെയ്യുക.
ചിലപ്പോൾ ഇത് 1 വർഷം കൊണ്ടായിരിക്കും നിങ്ങൾ ഏൺ ചെയ്യുന്നത്, ചിലപ്പോൾ 2 വർഷം കൊണ്ടായിരിക്കും, ചിലപ്പോൾ 3 വർഷം കൊണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 5 ഇയേഴ്സ്, ടേക്ക് എ 5 ഇയേഴ്സ്, 5 വർഷം കൊണ്ടെങ്കിലും ഇത് ഏൺ ചെയ്യാൻ നോക്കുക. കാരണം നിങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ഇതേപോലെ ഒരു എമൗണ്ട് ഏൺ ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത 5 വർഷം കൊണ്ട് ഏൺ ചെയ്യാനായിട്ട് നിങ്ങൾ ടാർഗറ്റ് ഇടുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് നല്ലൊരു എമൗണ്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഇത് നമ്മൾ കാണുന്നത് ഓരോരുത്തർ വാങ്ങിക്കുന്ന ഇൻകമാണ്. ഇതിപ്പോൾ സംവർ അറൗണ്ട് 4,96,000 മേടിച്ചൊരു കമ്മീഷൻ എമൗണ്ടാണ്. ദെൻ ഇത് ഒരു 5,09,000 വാങ്ങിച്ചതാണ്. 5,89,000, സോറി, 5,89,000 വാങ്ങിച്ചാണ്. ഇങ്ങനെ ഓരോ ആൾക്കാർ വാങ്ങിക്കുന്ന ഇൻകമാണ്. ഇതൊരു 7,42,000 വാങ്ങിച്ച ഇൻകമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പണം കിട്ടുന്ന ഒരു മേഖലയുണ്ട്. ആ മേഖലയിൽ നമ്മൾ പണിയെടുക്കണം. പണിയെടുക്കുക എന്ന് പറയുന്നത് നിസ്സാര പണിയല്ല. കുറച്ച് ആളുകളെ കൊണ്ടുവരിക, അവരെ മാനേജ് ചെയ്യുക, അവരുമായിട്ട് നല്ല നിലയിൽ പോവുക, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, ഫോളോ അപ്പ് ചെയ്യുക, ട്രെയിനിങ് കൊടുക്കുക, ട്രെയിനിങ് എടുക്കുക. ഇതൊക്കെ അത്ര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയെന്ന് ഞാൻ പറയുന്നില്ല. അതിനെല്ലാം അതിൻ്റെതായ ചില നേക്കുകളുണ്ട്. അത് നിങ്ങൾ ട്രെയിനിങ്ങിലൂടെ ആർജിച്ചെടുക്കണം. പക്ഷെ ഇങ്ങനൊരു ചാൻസ് ഉണ്ട്. മറ്റു സ്ഥലങ്ങളിൽ നിങ്ങൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത് നഷ്ടസാധ്യതയുണ്ട്. പക്ഷേ ജോലി ചെയ്താലും ഇത്തരം വരുമാനം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് വരുമാനം കിട്ടാനുള്ള സാധ്യതകൾ വളരെ ആയിക്കഴിഞ്ഞു. ഇന്ന് ജിജോ എനിക്കൊരു മെസ്സേജ് അയച്ചപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അയച്ചത് ഇതാണ്: ബാങ്കുകളെല്ലാം ഇപ്പോൾ MLM കമ്പനിയാണോ? MLM കമ്പനി ആണെങ്കിൽ അത് കൺസ്യൂമർ അഫയേഴ്സ് ഇതിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇതാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലോണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാനായിട്ടൊക്കെ അവർ ഇതൊരു പ്രൊഫഷനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ദെൻ ശൂലിനി യൂണിവേഴ്സിറ്റിയിൽ അത് BBAയും MBAയും PhDയും ഒക്കെ ആയിക്കഴിഞ്ഞു. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാം, പഠിച്ചത് MLMൽ ഡിഗ്രി എടുക്കാം, ഡയറക്റ്റ് സെല്ലിങ്ങിലൊക്കെ ഡിഗ്രി എടുക്കാം. ഇത് ഞാൻ കാണിക്കുന്നത്, നമ്മൾ അഥവാ ഏതെങ്കിലും കാരണം വെച്ചാൽ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക മരിച്ചുപോയി എന്ന് വിചാരിക്കുക. മരിച്ചുപോയെങ്കിൽ ഈ താടി കൈ കൊടുത്തിരിക്കുന്ന ആള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളാണ്. ഇദ്ദേഹം DXNലൊരു നല്ല റാങ്കിലായിരുന്നു, ഒരു ഗോൾഡ് ഡയമണ്ട് ആ ഒരു റാങ്കിലായിരുന്നു തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫാമിലി ടീച്ചറാണ്, വൈഫ് ടീച്ചറാണ്. അവര് ഇദ്ദേഹം വർക്ക് ചെയ്തു, ഇദ്ദേഹത്തിന് ഒരുപാട് ടീം അവിടെ ഇവിടെയൊക്കെ ഇയാൾ ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫാമിലിക്ക് സംവർ അറൗണ്ട് 4 to 5 lakhs ആണ് ഒരു മാസം DXN കമ്പനിയിൽ നിന്ന് എല്ലാ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 4 to 5 lakhs. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ കുടുംബത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഫോർ എ ലോങ് ടൈം ഈ ഒരു എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുക. അവർ പ്രത്യേകിച്ച് അവരുടെ ഭാര്യയോ മകളോ അല്ലെങ്കിൽ മകനോ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. എവറി മന്ത് ദേ ആർ ഗെറ്റിംഗ് ദിസ് മച്ച് മണി. അവരതിന് ഇൻകം ടാക്സ് പേ ചെയ്യുന്നു, അവരത് എടുക്കുന്നു, അവരത് എൻജോയ് ചെയ്യുന്നു. പക്ഷെ അവരുടെ ഹസ്ബൻഡ് കുറേ നാൾ DXN ചെയ്തു. അതാണ് അയാൾ ചെയ്ത ഒരു ഇപ്പോൾ DXN ഈസ് ആൻ ഇൻഷുറൻസ് കമ്പനി എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നല്ലൊരു ടീം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങളുടെ കുടുംബത്തിന് അത് നല്ലൊരു ഇതായിരിക്കും. ഇത് വേണു എന്ന് പറയുന്ന ആളാണ്, സോറി, ഡബിൾ ഡയമണ്ട് ആയിരുന്നു ഇദ്ദേഹം. ഡബിൾ ഡയമണ്ട് ആയപ്പോഴാണ് ഇദ്ദേഹം മരിച്ചത്. ഇത് വാസു സാറ്, നമ്മുടെ കേരളത്തിലുള്ള വാസു സാറ്. ഇവർ രണ്ടുപേരും മലയാളിയാണ് ആക്ച്വലി. പക്ഷേ വേണു ചെന്നൈ സെറ്റിൽഡാണ്. ഈ വാസു സാറ് വളരെ വയസ്സായി DXNൽ വന്ന് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് കഴിച്ചു, ഗുണം കിട്ടി, അത് മറ്റുള്ളവർ പ്രചരിപ്പിച്ചു, ഒരു ചെറിയ ടീമായി. ആ ടീമിൽ നിന്ന് ഇപ്പോഴും അയാളുടെ വൈഫിന് വരുമാനം കിട്ടുന്നു. അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങളായി. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ടീമിൽ മരിച്ചുപോയ ആളുകൾ അവരുടെ ടീമിൽ നിന്ന് വരുമാനം ഉണ്ടായിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് ബെൻസൺ ഡൽഹി, എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ബെൻസൺ. ഡൽഹിയിൽ വെച്ചിട്ട് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് സംവർ അറൗണ്ട് 5 to 6 lakhs ആ ഒരു റേഞ്ചിലാണ് അദ്ദേഹത്തിന് ഇൻകം കിട്ടുന്നത്. കാരണം ഗൾഫ് ടീമിൽ നല്ലൊരു ശതമാനം ടീം ഇദ്ദേഹത്തിൻ്റെയാണ്, ഗൾഫ് മേഖല. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് ഇപ്പോഴും ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് നമ്മുടെ ലൈഫ് പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മുടെ ഫാമിലി പ്രൊട്ടക്റ്റഡ് ആണ്, നമ്മൾ പ്രൊട്ടക്റ്റഡ്. നമ്മൾ എവിടെയെങ്കിലും കിടന്നു പോയാൽ പോലും ഈ എമൗണ്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നേറുക. നിങ്ങൾക്ക് DXNലെ നല്ലൊരു വിജയം എല്ലാവർക്കും ആശംസിക്കുന്നു. നമുക്ക് അടുത്ത MHMSൽ വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു.